ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി മോദിയുടെ സഹയാത്രികനും ഉപദേശകനും സതീർത്ഥനുമൊക്കെയാണ് പരക്കെ അറിയപ്പെടുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി അദ്ദേഹം മോദിക്കെതിരെ ഉയർത്തിയ വിവാദ പരാമർശങ്ങൾ രാജ്യത്ത് ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിരുന്നു. ആ വിവാദ പരാമർശങ്ങൾ മോദിപ്പാളയത്തിൽ തന്നെ ഏറെ അമ്പരപ്പുളവാക്കി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സുബ്രഹ്മണ്യൻ സ്വാമി എന്നത് വെറും ഒരു പേരല്ല എന്നത് നമുക്ക് നന്നായി അറിയാം. അമേരിക്കയിൽ മൂടിവെക്കപ്പെട്ട എഫ്സ്റ്റീൻ ഫയൽ പുറത്തു വരുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ നീന വ്യാസിന് സ്വാമി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. സ്വാമി മോദിയെ അതിൽ കടന്നാക്രമിക്കുന്ന തരത്തിലാണ് വീഡിയോയിൽ മുന്നോട്ട് വന്നത്. അമേരിക്കയിൽ ഇൻ്റലിജൻസിൻ്റെ കയ്യിൽ നരേന്ദ്രമോദിയുടെ ചില രഹസ്യങ്ങൾ ഉണ്ട് എന്ന് അത് പുറത്തു വന്നാൽ മോദി തകരുമെന്നൊക്കെയാണ് സ്വാമി പറഞ്ഞത്. നാഷണൽ ഹെറാൾഡ് കേസ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയാണ് മോദി EDയെ കൊണ്ടുവന്നത് എന്നും സ്വാമി പറഞ്ഞു. 75-ാം വയസ്സിൽ പ്രധാനമന്ത്രി വിരമിച്ചില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ കസേര നഷ്ടപ്പെടുമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ട്വിറ്ററിൽ കുറിച്ചിരുന്നു. അടുത്തിടെ GDP നിരക്കിനെ ചോദ്യം ചെയ്ത് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തി. GDP വളർച്ചയെക്കുറിച്ചുള്ള മോദി സർക്കാരിൻ്റെ അവകാശവാദം പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചിരുന്നു. 2014 മുതലുള്ള ശരാശരി GDP വളർച്ച പ്രതിവർഷം 5% മാത്രമാണ്. 2016 മുതൽ ഇത് പ്രതിവർഷം 3.7%ആണെന്നും സ്വാമി പറഞ്ഞിരുന്നു. വ്യക്തിപരമായും സുബ്രഹ്മണ്യം പോറ്റി മോദിയെ ആക്രമിച്ചത് നമ്മൾ കണ്ടു. അയോധ്യയിലെ രാംലല്ല മൂർത്തിയുടെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് രാമഭക്തരായ നമുക്ക് എങ്ങനെ അനുവദിക്കാനാവുമെന്ന് ചോദിച്ചുകൊണ്ട് ഏകദേശം 1.5 പതിറ്റാണ്ടോളം തൻ്റെ ഭാര്യ സീതയെ രക്ഷിക്കാനാണ് രാമൻ യുദ്ധം ചെയ്തത്. എന്നാൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചതിനാലാണ് മോദി അറിയപ്പെടുന്നത്. അതിനാൽ മോദിക്ക് പൂജ നടത്താനാകുമോ എന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ചോദ്യം. അതിന് പിന്നാലെ ഇപ്പോഴിതാ സ്വാമി പുതിയ വിവാദത്തിന് കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്. ട്രംപിനെ കെട്ടിപ്പിടിച്ച് വലിയ വീരവാദങ്ങൾ അഴിച്ചുവിട്ട മോദി ഇന്ത്യൻ ജനാധിപത്യത്തിനും BJPക്കും ഒരുപോലെ ഭീഷണിയാണ് എന്ന സ്വാമിയുടെ പ്രസ്താവന വളരെ ഗൗരവമുള്ളതാണ്. മോദിയെ പാർട്ടിയുടെ മാർഗദർശക മണ്ഡലിലേക്ക് മാറ്റണമെന്ന് സ്വാമി പറഞ്ഞിരുന്നു. ഇതൊക്കെ വ്യക്തമാക്കുന്നത് വലിയ രാഷ്ട്രീയ സൂചികകളാണ് എന്നോർക്കണം. LK അദ്വാനി, മുരളി മനോഹർ ജോഷി അടക്കമുള്ള BJPയുടെ അധികായരായ നേതാക്കളെ തന്നെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഉപയോഗിച്ച അതേ സംവിധാനമാണ് ഇപ്പോൾ മോദിക്കെതിരെയും പ്രയോഗിക്കുന്നത്. അധികാരമൊന്നുമില്ലാത്ത ഒരുതരം ഒതുക്കൽ, ഒരുതരം രാഷ്ട്രീയ വാനപ്രസ്ഥമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. തനിക്ക് മുകളിലുള്ളവരെ ഒതുക്കാൻ മോദി തന്നെ കൊണ്ടുവന്ന മാർഗം തന്നെ സുബ്രഹ്മണ്യം പോറ്റി മോദിക്കെതിരെ പ്രയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. പാർട്ടിക്കകത്തു നിന്ന് തന്നെ മോദിക്കെതിരെ വളരുന്ന ഒരു വിഭാഗമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത് വ്യക്തമാക്കുന്നത്. നോക്കുക, മുൻപ് മോദിയെ ശക്തമായി പിന്തുണച്ചിരുന്ന അർണാബ് ഗോസ്വാമി, ആനന്ദ് രംഗനാഥൻ തുടങ്ങിയ മാധ്യമ ചിന്തകർ പോലും മോദിയെ കടന്നാക്രമിക്കുന്നത് ഈ മാറ്റത്തിൻ്റെ ഭാഗമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ട്രംപിനോടുള്ള മോദിയുടെ അമിതമായ വിധേയത്വം ഇന്ത്യയെ അപകടത്തിലാക്കിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തെ ട്രംപിൻ്റെ അടുക്കളപ്പുറത്ത് കൊണ്ടിട്ട് നാണം കെടുത്തിയ മോദി അടിയറവ് വെച്ചത് ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനത്തെയാണ്. ട്രംപ് ഇന്ത്യക്ക് മേൽ വീണ്ടും വീണ്ടും തീരുവ സമ്മർദ്ദം കൊണ്ട് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ മൗനം പൂകിയത് എന്തിനായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഇറക്കുമതി തീരുവ അടിക്കടി വർദ്ധിപ്പിച്ച് ഇന്ത്യയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിനെ വാക്കുകൾ കൊണ്ട് പോലും ഒരു മറുപടി നൽകാൻ തുനിയുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ പെട്ടെന്ന് നിർത്തിവെച്ചതിന് ഉത്തരവാദി താനാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ 70 തവണയാണ്. വൈറ്റ് ഹൗസിലെ തൻ്റെ 2ാം ടേമിൻ്റെ ആദ്യ വർഷത്തെ നേട്ടങ്ങളിലൊന്നായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതായി ട്രംപ് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നത്. ഇരു രാജ്യങ്ങളും ആണവായുധം പ്രയോഗിക്കാൻ പോകുകയാണ് എന്നും യുദ്ധം നിർത്തിവെച്ചതിലൂടെ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചുവെന്നും ട്രംപ് ആവർത്തിച്ച് 10 മാസത്തിനുള്ളിൽ അവസാനിക്കാത്ത 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതായും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇതിനൊന്നും ഒരു മറുപടിയും പ്രധാനമന്ത്രി നൽകിയില്ല എന്നതും രാജ്യം ചർച്ച ചെയ്തു. അമേരിക്കയോടുള്ള മോദിയുടെ അമിത വിധേയത്വം പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന ചിന്ത പാർട്ടിക്കകത്ത് ശക്തമാവുകയാണ്. ഒരു വശത്ത് ട്രംപിൻ്റെ ആക്രമണാത്മകമായ സാമ്പത്തിക സമ്മർദ്ദം, മറുവശത്ത് അതിനോട് വഴങ്ങിക്കൊടുക്കുന്ന മോദിയുടെ മൗനം. രാജ്യത്തിനകത്ത് മോദി ഭക്തർ കെട്ടിപ്പൊക്കിയ ആ വിശ്വഗുരു പ്രതിച്ഛായ
അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ മോദിക്കെതിരെയുള്ള കടുത്ത യാഥാർത്ഥ്യങ്ങളുടെ രാഷ്ട്രീയ വിടവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായി NDAയ്ക്കകത്തു നിന്നും സംഘപരിവാർ സംഘടനകൾക്കകത്തു നിന്നും ഉയർന്നു വരുന്ന എതിർപ്പുകളും മോദിക്കിപ്പോൾ തലവേദനയായി കഴിഞ്ഞു. മോദിക്ക് പിൻഗാമിയെ കണ്ടെത്താനുള്ള ശ്രമവും RSS മോഹൻ ഭഗത്തിൻ്റെ പ്രസ്താവനയിൽ പൊന്തി വന്നിരുന്നു. RSSൽ പോലും മോദിക്കെതിരെ ശബ്ദമുയരുന്ന സാഹചര്യത്തിൽ സ്വാമിയുടെ ഈ പ്രസ്താവന ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മോദിപ്പാളയത്തിൽ മോദിക്കെതിരെ ഉയരുന്ന കാർമേഘങ്ങൾക്ക് കടുപ്പം ഏറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുതരം ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് മോദി അമിത്ഷാ ടീം BJPക്കകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് വ്യക്തമാക്കുന്നത് മോദി പ്രഭാവം അസ്തമിച്ചു എന്നാണ്. ഭരണം കൊണ്ട് പാർട്ടിക്ക് അപ്പുറത്തേക്ക് തഴച്ചു വളരുന്ന മോദിയുടെ സ്വേച്ഛാധിപത്യ രീതിക്ക് കനത്ത മറുപടി BJPക്കകത്ത് തന്നെ ഒരുക്കി വെച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു തുടക്കമാണ് ഉയർന്നു വരുന്ന കടുത്ത ഈ എതിർപ്പുകൾ. അത് ശക്തി പ്രാപിക്കാൻ ഇനി അധിക താമസമില്ല. അത് മോദിക്ക് വൻ തിരിച്ചടിയായും മോദിക്കാലം അവസാനിക്കും. രാഷ്ട്രീയത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും നിഷ്കാസനാകുന്ന മോദിയെ കാത്തിരിക്കുന്നത് വൻ തിരിച്ചടിയാകുമെന്നത് പറയേണ്ടതില്ലല്ലോ. വോട്ട് ചോരിയും അഴിമതികളും മോദിക്ക് കുരുക്കാകുമെന്നത് ഉറപ്പാണ്. അതിൽപ്പെട്ട് മോദി ഏതവസ്ഥയിലെത്തുമെന്നതും നോക്കിക്കാണേണ്ടത് തന്നെയാണ്. രാജ്യം മോദിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുകയും ജനാധിപത്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്യുന്ന സാഹചര്യം വിദൂരമല്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.